സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് ശ്രീരഞ്ജിനി എന്നാണ്. ഞാൻ ആശാ വർക്കറാണ്. തമല മുടോമൂൾ വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് പേയാട് കൊല്ലംകോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 8 വർഷമായിട്ട് ആശാ വർക്കറായിട്ട് NRHMൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികം പ്രതീക്ഷയല്ല, ഇതൊരു സേവനം പോലെ കൊണ്ടു നടക്കുന്നൊരു തൊഴിലാണ് ഈ ആശാ വർക്കർ എന്നൊരു തൊഴിൽ. അങ്ങനെ ഈ വർഷം ഫെബ്രുവരി 21-ാം തീയതി പോളിയോയ്ക്ക് അംഗൻവാടിയിൽ പോയ സമയത്താണ് ഈ ആലിയ ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞിനെ കാണാൻ ഇടയായതും. പിന്നെ കുഞ്ഞ് അമ്മയുടെ ഒക്കത്തിരിക്കുമായിരുന്നു. കുട്ടിക്ക് കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ കുട്ടിയുടെ മുഖമൊക്കെ മഞ്ഞിച്ച് ആരോഗ്യമായി വളരെ മോശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു കുട്ടി. അപ്പോൾ അമ്മയോട് ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞു കരൾ രോഗമാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എത്രയൊക്കെ ആയിരുന്നാലും ഒരു അമ്മയോട് നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അംഗൻവാടിയിലെ ടീച്ചറിനോട് ചോദിച്ചു. അംഗൻവാടിയിലായിരുന്നു ബൂത്ത്. അപ്പോൾ അംഗൻവാടിയിലെ ടീച്ചറിനോട് ചോദിച്ചു കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു ഇങ്ങനെ കരൾ രോഗമാണ്, കുട്ടിക്ക് കരൾ മാറ്റി വെച്ചാൽ മാത്രമേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ കരൾ ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ടീച്ചറിന് ഒരു സംശയം, വെറുതെ പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് വീണ്ടും ഒരുപാട് തവണ എന്നോട് ചോദിച്ചു. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു ഒരുപാട് പേര് കരൾ ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നെങ്കിലും ഒരു വ്യക്തിക്ക് പോലും അത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വീട്ടിലുള്ളവർക്ക് പോലും കുട്ടിക്ക് കരൾ മാച്ചാവാത്തൊരവസ്ഥ, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ടീച്ചറിന് തന്നെ അത്ഭുതമായിരുന്നു. കാരണം വെറുതെ പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നൊരു ചോദ്യമായിരുന്നു. ഒരുപാട് തവണ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ കുട്ടിയുടെ അമ്മയോട് പറയാം, വീട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കാനെന്ന്. അങ്ങനെ കുട്ടിയുടെ അമ്മൂമ്മ വന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ശ്രീരഞ്ജിനി കരൾ ദാനം ചെയ്യാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ വീട്ടിലെന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അവർ വേറെ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടും അവർ വീട്ടിൽ അന്വേഷിക്കാതെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതായിരുന്നു. അങ്ങനെ അവർ വീട്ടിൽ പോയി പറഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്ന് പറഞ്ഞു വീട്ടിലോട്ടൊന്ന് വരണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ അവരുടെ വീട്ടിലോട്ട് പോയപ്പോൾ കുട്ടിയുടെ അമ്മയും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നോട് തിരക്കിയായിരുന്നു ഇങ്ങനെ കരൾ ദാനം ചെയ്യാമെന്ന് പറഞ്ഞത് സമ്മതമായിട്ടാണോ എന്ന് ചോദിച്ചു. വെറുതെ പറഞ്ഞതാണോ സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, എന്ത് വന്നാലും ശരി ഞാൻ തരാം എന്നവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടറോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഡോക്ടറെ കാണാനായിട്ട് കിംസിലോട്ട് കൊണ്ടുപോയി. വേണുഗോപാൽ ഡോക്ടറായിരുന്നു. ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു. കാരണം ഞാൻ ഭർത്താവുമായിട്ട് പിണങ്ങി 3 വർഷമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 2 കുട്ടികളുണ്ട്. ഭർത്താവിൻ്റെ കൂടെയാണ് അവർ. പിന്നെ എൻ്റെ വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ്. എന്നിരുന്നാലും സാരമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷകർത്താക്കളുടെ സമ്മതം വേണം, ഭർത്താവിൻ്റെ സമ്മതം വേണം, അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് ഡോക്ടറെ കണ്ട് സംസാരിക്കാം. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ഇതിലേറ്റവും വിഷമമെന്ന് പറഞ്ഞാൽ ബയോപ്സി ടെസ്റ്റായിരുന്നു. കാരണം കരൾ മാച്ച് ചെയ്യുമോ എന്നറിയാനും ഒക്കെ ആയിട്ടുള്ള ടെസ്റ്റായിരുന്നു. അത് വളരെ വേദനയുള്ള ടെസ്റ്റായിരുന്നു. അത് ചെയ്തപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു. കാരണം ഇനി കരളിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും പ്രയാസങ്ങളെന്ന് എനിക്കറിയായിരുന്നു, നേരത്തെ അറിയായിരുന്നു. അതപ്പോൾ തന്നെ മനസ്സിലാക്കിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വൃക്കദാനം ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. വൃക്കദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരൾ ദാനം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല.
എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല. കരൾ രോഗത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഇതിനൊക്കെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഓരോ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹെർണിയോ ന്യൂമോണിയോ അങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞു. ബയോപ്സി കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ കരളും എൻ്റെ കരളും മാച്ചാവും, ഫാറ്റി ലിവർ അല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല, കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ഓരോ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വില്ലേജിൽ നിന്ന് പേപ്പർ വാങ്ങണം, കമ്മീഷൻ ഓഫീസിൽ നിന്ന് വാങ്ങണം, അങ്ങനെ ഓരോ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ സമ്മതം വേണമെന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ സമ്മതം കിട്ടാനായിരുന്നു. കാരണം ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ പോയി സമ്മതപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. അവരങ്ങനെ പോയി സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. പിന്നീട് അത് അവർ തിരിച്ചു വാങ്ങിച്ചു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എൻ്റെ വല്യമ്മയുടെ മോളും ഒരു സഹോദരനും കേട്ട് ഭർത്താവും കൂടെ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കുട്ടിയുടെ വീട്ടിൽ. അവർ കാശ് തന്നെന്നുള്ള രീതിയിലായിരുന്നു സംസാരമൊക്കെ. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് അതിനേക്കാട്ടിൽ പ്രധാനം ആ കുഞ്ഞിൻ്റെ ജീവനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എനിക്ക് കടബാധ്യതകളുണ്ട്, പക്ഷേ എനിക്ക് അതൊന്നും നിങ്ങളുടെ കാശൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാമെന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞോളൂ. അപ്പം വീട്ടുകാർ പോയിട്ട് എത്ര രൂപ തന്നു, എത്ര രൂപ കൊടുത്തു, ഇതൊക്കെ ആയിരുന്നു അവരുടെ ചോദ്യം പറച്ചിലൊക്കെ ആയിരുന്നു. നാട് മൊത്തം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അവർ കാശ് തന്നു, സ്ഥലം വാങ്ങി തന്നു, വീട് വാങ്ങി തന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും മാനസികമായിട്ട് ഭയങ്കര പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരും 10 ലക്ഷം രൂപ കിട്ടിയതല്ലേ, നിനക്കെന്തോ ബുദ്ധിമുട്ടെന്നാണ്. പക്ഷേ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ഈ വാടക കൊടുക്കാനായിരുന്നാലും ഓരോരുത്തർ സഹായിച്ചത് തന്നെയാണ് ഈ വീടിൻ്റെ വാടക കൊടുക്കുന്നതും എൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സഹായം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ആലിയ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര പ്രശ്നം. കാരണം അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല ഞാൻ നോക്കിയത്. കുഞ്ഞ് അത്രയ്ക്ക് വളരെ മോശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു. അത്ര ഒരു നമുക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല, അത്ര ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി. കാരണം ഞാൻ കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. പിന്നെ അവയവം ദാനം ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൂടെയാണ്. അവയവദാനത്തിന് വേണ്ടി ഞാൻ ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഈ മൃതസഞ്ജീവനിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണമെന്ന് ഭയങ്കര ആശയമായിരുന്നു. കാരണം ഈ മെഡിക്കൽ കോളേജിലെ സഹോദരനുമായിട്ട് ഹോസ്പിറ്റലാണ് സമയത്ത് ഞാനിങ്ങനെ കിഡ്നി ഡാമേജായ പേഷ്യൻസിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഓരോരുത്തർ 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ കാശ് മേടിച്ചിട്ട് കൊടുക്കാണ്ട് പോകുന്നൊരവസ്ഥയിലുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിൽ നിന്നും വലിയൊരു വിഷമമെന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ അമ്മയെ മോന് വേണ്ടിയിട്ട്, വയസ്സായെന്ന് നല്ല പ്രായം ചെന്നൊരു അമ്മ മോന് വൃക്ക ദാനം ചെയ്യാനായിട്ട് അവരെ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ എനിക്ക് അത് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ വൃക്ക ദാനം ചെയ്യാനായിട്ട് 2 പേരെ വിളിച്ച് ചോദിച്ച് പത്രത്തിൽ കണ്ടിട്ട് അങ്ങനെ അവർ സമ്മതപത്രം കൊടുത്താലേ ഇത് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതൊക്കെ ഒഴിവായിപ്പോയി. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല. ആലിയയ്ക്ക് ഞാൻ ഇങ്ങനെ കരൾ ദാനം ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ആ കരൾ ദാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ കിഡ്നി ദാനം ചെയ്യണം അതിനെക്കുറിച്ചൊന്നുമല്ല, അവയവദാനത്തെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചിന്തിച്ചു. അവളുടെ ജീവൻ മാത്രമായിരുന്നു എൻ്റെ മുമ്പേ. കാരണം അവൾ അത്രയ്ക്ക് അവശതായിരുന്നു. ആരോഗ്യം പോലും ഇല്ല, ആരോഗ്യമില്ലാത്തൊരു കുട്ടിയായിരുന്നു അവൾ. ആഹാരം പോലും നേരെ കഴിക്കാൻ പറ്റാണ്ട് ആ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മക്കൾ വേർപിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം അവർ എത്രത്തോളം വിഷമമുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. അതുപോലെ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ വളരെയേറെ വിഷമം ഉണ്ടാവും. അത് കാരണം തന്നെയാണ് ആലിയയുടെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് നേർച്ചയും കാഴ്ചയൊക്കെ ഉണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന അവൾക്ക് വേണ്ടി തന്നെയാണ്. കാരണം അവൾ എപ്പോഴും ജീവനോടെ ഇരിക്കണമെന്നാണ്. ഒരു പനി പോലും വന്ന് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കിംസിൽ പോയിട്ടും ഡോക്ടർമാർ ഇപ്പോഴും നല്ല സഹകരണം തന്നെയാണ്, നല്ല സ്നേഹം തന്നെയാണ് ഡോക്ടർമാർക്ക്. അവർ എപ്പോഴും പോകുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ആലിയയുടെ കാര്യം ചോദിക്കാറുണ്ട്, നല്ലതായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അവൾ നല്ലതായിട്ട് ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങി, അവൾക്ക് വെയിറ്റ് കൂടി തുടങ്ങി എന്നൊക്കെ ഡോക്ടർമാർ പറയുമ്പോഴും എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം അവൾ ഇത്രയൊക്കെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷമുണ്ട്. ആലിയയുടെ വീട്ടുകാർ വിളിക്കാറുണ്ട്, പക്ഷെ അവരിൽ നിന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല കൊടുത്തത്. കാരണം എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് കാശോ അല്ലെങ്കിൽ അവർ നാളെ നോക്കുമെന്നോ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു.
അങ്ങനെ ഒരു ചിന്ത എല്ലാവരും ചോദിച്ചായിരുന്നു, ഒരുപാട് പേര് ചോദിച്ചു, നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നീ എന്തിനങ്ങനെ ചെയ്യാൻ പോയി, നിന്നെ ആര് നോക്കും എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തികം ഇല്ല, നിനക്ക് കടം മാത്രമേ ബാക്കിയുള്ള കടക്കാട ഇല്ല, അപ്പോൾ നീ എന്തിന് ഇത് ചെയ്യാൻ പോയി, നിന്നെ ആര് നോക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല, എനിക്ക് ആ ഒരു അവസ്ഥയിൽ അതൊന്നും ആയിരുന്നില്ല എൻ്റെ ചിന്ത. കാരണം എൻ്റെ കടവോ അല്ലെങ്കിൽ എനിക്ക് കിടക്കാടയില്ല, എന്നെ നോക്കാൻ ആളില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവളുടെ ആ വിഷമം മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്, അവളുടെ ആ സങ്കടം. കാരണം അവൾക്ക് കുഞ്ഞായതുകൊണ്ടൊക്കെ വേദനയുണ്ടെന്നോ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. അവൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ആരോഗ്യമില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം ദൈവത്തിൻ്റെ കൃപ ഉണ്ടാക്കി ഇത്രയും നാൾ ജീവിച്ചിരുന്നതിന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ ചെയ്യാണ്ട് പോകുമ്പോൾ മനസ്സ് ഭയങ്കര പ്രയാസമായിരിക്കും. ആ ഒരു അവസ്ഥയിൽ എനിക്ക് അവളുടെ ജീവൻ രക്ഷിക്കണമെന്ന് തോന്നി. എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ഇപ്പോഴും ചോദിക്കും, അഹങ്കാരം, ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അഹങ്കാരം കൊണ്ടാണ് കൊടുത്തതെന്ന്. എനിക്ക് എൻ്റെ അമ്മ മെൻ്റൽ പേഷ്യൻ്റ്, അപ്പോൾ എനിക്കും അതുപോലെ മാനസിക രോഗം കാരണമാണ് കൊടുത്തത്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അസുഖമുണ്ട്, അതെനിക്ക് വിഷമമുണ്ട്, അങ്ങനെ ഒരാൾക്കും വരല്ലേന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. അവളുടെ ജീവിതം എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് അങ്ങനെ മാനസികമായ രോഗം കാരണമോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല കൊടുത്തത്. അഹങ്കാരം കൊണ്ടൊന്നുമല്ല, ആ കുഞ്ഞു ജീവൻ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതായിരുന്നു. അവയവദാനത്തെക്കുറിച്ച് ഞാൻ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വൃക്ക ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം കൊടുക്കണമെന്നും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ ട്രെയിൻ അപകടത്തിൽ ഹോസ്പിറ്റലായിരുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മൃതസഞ്ജീവിനി എന്നുള്ള അവിടെ ഞാൻ അന്വേഷിച്ച് പോവുകയും കൊടുക്കാമെന്നുള്ളൊരു ഇത് വന്നത്. കാരണം ഒരുപാട് വൃക്ക രോഗികൾ ഒരുപാടുണ്ട് ഡയാലിസിസിന് വരുമ്പോൾ. അവരുമായിട്ടുള്ള ഞാൻ സംസാരിക്കാറുണ്ട്. പലരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്, ഇങ്ങനെ കാശൊക്കെ വാങ്ങിച്ചിട്ട് പറ്റിക്കുന്നുണ്ട് എന്നൊക്കെ, ഇടനിലക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, നമുക്ക് 2 വൃക്കയുണ്ടല്ലോ, അതിൽ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനോട്ട് പിന്തിരിഞ്ഞ അങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ ആ അമ്മയുടെ അവസ്ഥ, അത്രയും വയസ്സായ ഒരു അമ്മ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ട് അതിന് മാനിച്ചില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഇത്രയും വയസ്സായ സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മരണം സംഭവിക്കും. അതുകൊണ്ടുള്ള ചിന്തയുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ദാനം ചെയ്യണമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കണമെന്ന് ഭയങ്കര ആശയമായിരുന്നു. നമ്മളിപ്പോൾ അവയവം ദാനം ചെയ്യുമ്പോൾ മരിച്ചു പോയതിന് ശേഷം അത് എങ്ങനെ മരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല ഒരിക്കലും. അത് ചിലപ്പം കൊടുക്കാൻ പറ്റുമായിരിക്കും, കൊടുക്കാൻ പറ്റില്ലായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലുണ്ടാവും. പക്ഷേ എനിക്ക് അവളുടെ ഇതിനെക്കുറിച്ച് ശരിക്കും ആലിയയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചിന്തയുണ്ടായിരുന്നില്ല. എനിക്ക് അവയവം ദാനം ചെയ്യാനുള്ള ആ ഒരു ടെൻഷൻ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് തന്നെ. അന്നേരം അവളുടെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. അവളുടെ ജീവൻ അത് പിടിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കണ്ട എന്ന്. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അവൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് തന്നെ. കാരണം അവളുടെ 3.5 മാസം പ്രായമുള്ളപ്പോഴാണ് ഈ കരൾ രോഗത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞത്. 10 മാസത്തിൽ അവളെ ഞാൻ കാണുന്നത് തന്നെ. സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ചെറിയ ചെറിയ തുകകളൊക്കെ തരുന്നുണ്ട്. പിന്നെ അരി ഒരാൾ കൊണ്ട് അരിയുടെ ആഹാരം വയ്ക്കാനായിട്ട് ഒരു 10 കിലോ അരി ഒരാൾ കൊണ്ട് തന്നായിരുന്നു. ഒരുപാട് പേര് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടുവാടക കൊടുക്കുന്നതും എൻ്റെ ചിലവും മുന്നോട്ട് പോയിക്കൊണ്ട്. ഹോസ്പിറ്റലിൽ പോകാനായിരുന്നാലും ഇവിടെ നിന്ന് തന്നെ ഓട്ടോയ്ക്ക് അവിടെ കിംസ് വരെ പോകണമെങ്കിൽ 750 രൂപ ഓട്ടോക്കൂലിയാവും. അതൊക്കെ ഓരോരുത്തർ തരുന്ന സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ പോയി വരുന്നത്. അല്ലാണ്ട് എനിക്ക് സാമ്പത്തികമൊന്നുമില്ല, ജോലിക്ക് ഇപ്പോൾ തന്നെ പോകാൻ പറ്റില്ല. ഇനി എങ്ങനെ ചിന്തയൊന്നും എനിക്കറിയില്ല. കാരണം അത് വലിയ വരുമാനമൊന്നും ഇല്ലാത്തൊരു ജോലിയാണ് ആശാവർക്കർ എന്ന് പറയുന്നത്. തുച്ഛമായ ഒരു 1000 രൂപയാണ് അവർ നമുക്ക് തരുന്ന വേതനം എന്ന് പറയുന്നത്. അത് മാസം തോറും കിട്ടാറില്ല, ഒരു വർഷത്തിൽ 2 തവണയായിട്ടോ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ അവർ തരുന്നത്. ഇപ്പം തന്നെ 6-7 മാസമായി പൈസ തന്നിട്ട് തന്നെ. അങ്ങനെ ഒരു സേവനം പോലെ കൊണ്ട് നടക്കുമായിരുന്നു ഞാൻ ഈ ജോലിയെ. ശാരീരികമായിട്ട് പിന്നെ വേദനയുണ്ട് നന്നായിട്ട്. പിന്നെ വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോകാൻ പറഞ്ഞാൽ വെയിറ്റൊന്നും എടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു തുണി പോലും അലക്കാൻ പറ്റില്ല. 1 മാസം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരൊന്നും ഇപ്പം ഇങ്ങോട്ട് വരാറേ ഇല്ല. ഹോസ്പിറ്റലിൽ എൻ്റെ അതിൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. ഒരുപാട് സഹായം ഉണ്ടായിരുന്നു അവർ തമ്മിൽ. പിന്നെ ഉള്ളത് ഒരു വളർത്തച്ഛനാണ് എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് തന്നെ. എൻ്റെ സ്വന്തം അച്ഛനല്ല നിൽക്കുന്നത്, ഒരു വളർത്തച്ഛനാണ്. പുള്ളിയാണ് എനിക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി തരുന്നത് തന്നെ.
ഡ്രസ്സൊക്കെ അലക്കാൻ 2-3 തവണ എൻ്റെ ഒരു കൂട്ടുകാരി വന്നാണ് ഡ്രസ്സൊക്കെ അലക്കി തന്നത് തന്നെ. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഒരുപാട് ഡോക്ടറും ചോദിക്കും ഇപ്പോൾ കൊടുത്തതിൽ ബുദ്ധിമുട്ട് പ്രയാസം കൊടുക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. എനിക്ക് ഈ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് അങ്ങനെ കൊടുത്തുകൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നാറേ ഇല്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരുപാട് പേര് ചോദിച്ചു, നിൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ നീ ഇങ്ങനെ ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നതെന്ന്. എനിക്ക് അനുഭവമൊന്നുമല്ല, വേദനയുണ്ട്. ഇങ്ങനെ ആരും നോക്കുന്നില്ല, അതെനിക്ക് പ്രശ്നമില്ല. ആരും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമില്ല. ബന്ധുക്കളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഒരാൾ വന്നിട്ട് പോയത്, എൻ്റെ ബന്ധു എന്ന് പറയാനായിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും പത്രത്തിലെ വാർത്ത കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട്, ചെറിയ ചെറിയ സഹായങ്ങൾ എത്തിച്ചു തരാറുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷവും. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയി തോന്നുന്നു ആത്മഹത്യ ചെയ്യണമെന്ന് ഭയങ്കര ഇതായിരുന്നു, എനിക്ക് ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ആണ് ഈ ഒരു ഇതിലോട്ട് മാറിയത് ഞാൻ. കാരണം മരിക്കുവാണെങ്കിൽ പിന്നെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. പിന്നെ ആലോചിച്ചത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവയവം ദാനം ചെയ്യാൻ പറ്റില്ല. ആ ഒരു മരിക്കണമെന്ന് തോന്നുമ്പോൾ വിചാരിക്കുക ഞാൻ മരിച്ചുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, കാരണം അവയവം ദാനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ടെൻഡൻസി മാറ്റും. അന്നേരം ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും അതങ്ങ് മാറിപ്പോകും. പിന്നെ ജീവിച്ചിരിക്കാൻ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ആരോട് ചോദിക്കും, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ. പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചതേ ഇല്ല. കാരണം സ്വന്തമായിട്ടൊരു കിടക്കാടായിട്ട് കടങ്ങളൊക്കെ തീർത്തിട്ട് ഒരു വരുമാനമായിട്ട് കൊടുക്കാം എന്നുള്ള ഇതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇനിയും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ഇപ്പോഴൊന്നുമില്ല. കാരണം ഈ ഒരു അവസ്ഥ, ഇതുപോലൊരവസ്ഥയിൽ കൊടുക്കാൻ പറ്റില്ല. നാളെ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാലും സ്വന്തമായിട്ടൊരു വരുമാനമായി കഴിഞ്ഞാൽ, ഒരു കിടക്കാടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സമാധാനത്തിൽ കിടക്കാം. ഒരു വീട് വാടക കൊടുക്കണ്ട, ജോലിക്ക് ഒരാളെ നിർത്താം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. സാഹചര്യം ആകുമ്പോഴേക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും കൊടുക്കണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ കാരണം ഒരാൾ ജീവൻ രക്ഷിക്കും. ഒരുപാട് പേരുണ്ട്, കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നാലും കരൾ രോഗികളായിരുന്നാലും ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു 8 മാസം പ്രായമുള്ള ഒരു കുട്ടിയെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. സങ്കടം തോന്നി. കാരണം ആരെങ്കിലും അതിനുവേണ്ടി സഹായം ഉണ്ടായിരുന്നെങ്കിൽ വളരെയേറെ സന്തോഷമായിരുന്നു തന്നെ. എന്നെക്കൊണ്ട് ആരെയും സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ കഴിയില്ല. ആളായിട്ടുള്ള സഹായം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരവസ്ഥ എനിക്കിതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം അവളുടെ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോഴും എനിക്കതിലേ സന്തോഷമുള്ളൂ. കുഞ്ഞിനെ കാണുമ്പോൾ, ഇത്രയും പ്രായം കുറഞ്ഞൊരു കുഞ്ഞ്, ആരോഗ്യമില്ലാത്തൊരു കുഞ്ഞിനെ കാണുമ്പോൾ ആ ഒരു സന്തോഷം. അവൾ ആരോഗ്യവതിയായി ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്കും കണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവളെ കണ്ടു. നല്ലതായിട്ടിരിക്കുന്നു, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയും. പിടിച്ച് നടത്തുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ് വെയിറ്റൊക്കെ കൂടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കിംസിലെ ഡോക്ടർമാരാണ് അവർ എല്ലാവരും. കിംസിലെ ഡോക്ടർമാരായിരുന്നാലും ശരി തന്നെ, അവിടുത്തെ ICUലെ സിസ്റ്റർമാരും ബ്രദർമാരും എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. എന്നെ ഒരുപാട്, കാരണം ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും ഇതായിട്ട് കൊണ്ടുവന്ന് അവർ തന്നെയാണ്. ഓരോരിക്കുകയും അവർ ആഹാരം നിർബന്ധിച്ച് കഴിപ്പിക്കുകയും നടത്താൻ കൊണ്ടുപോകും. ഇങ്ങനെ കിടന്നാൽ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരിതിലായിരുന്നു. ഡോക്ടർമാർ ഇപ്പോഴും നല്ല സഹകരണമാണ്, സ്റ്റാഫുകളും എല്ലാവരും നല്ല സഹകരണമാണ്. കാരണം പോയി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പ്രത്യേക സ്നേഹം ആരുടെ അടുത്ത് കാണിക്കുന്നതിലും കാട്ടിലും ഒരു അംശം കൂടുതലെങ്കിലും എന്നോട് തന്നെയാണ് കാണിക്കുന്നതെന്ന് തോന്നും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വിളിച്ചാലും അവർ എന്തെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ട് തോന്നി വിളിച്ചാൽ തന്നെ ഡോക്ടർ പറയും, ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം, വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരും അതുതന്നെ, എല്ലാ സ്റ്റാഫുകളും. അവയവദാനം ചെയ്യാൻ താല്പര്യമുള്ളവർ, കാരണം ഒരു കാര്യം കൂടെ എനിക്ക് പറയണം. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കിടക്കുന്ന ഒരു വ്യക്തി പരോളിൽ ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ പുള്ളി പറഞ്ഞത് 18 പേർക്ക് അവയവം ദാനം ചെയ്യാൻ, ആ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന 18 പേർക്ക് അവയവം ദാനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്നെ വിളിച്ച പുള്ളി പറഞ്ഞ സുകുമാരൻ എന്ന പേര് പറഞ്ഞ പുള്ളിക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ സർക്കാർ സമ്മതിക്കുന്നില്ല. ഇനി 1 വർഷത്തോളം പരോൾ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടതുണ്ട്. അപ്പം പുള്ളി ആർക്കോ കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്, അവയവം ദാനം ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിൽ പുള്ളിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് 3 പേര് ഓൾറെഡി ജീവനോടെ ഇരിക്കുമ്പം കൊടുക്കാൻ തയ്യാറായിട്ട് 3 പേരുണ്ടെന്ന്, 15 പേര് മരിച്ചതിന് ശേഷം കൊടുക്കാനും തയ്യാറാണെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. ജയിലിൽ കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ മനസ്സ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഇത്രയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായി വന്നതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, അവയവം ദാനം ചെയ്ത് നമുക്ക് ഇപ്പോൾ കരൾ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് വളരുന്നൊരു അവയവമാണ്. കാരണം നമ്മൾ എത്ര കൊടുക്കുന്നു അതുപോലെ നമുക്ക് തിരിച്ച് വളർന്നു വരും. അത് നമ്മുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മാത്രമേ കരൾ ദാനം ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ കാര്യം. അതുപോലെ നമ്മൾ കരൾ ദാനം ചെയ്തതിന് ശേഷം ഒരുപാട് ശ്രദ്ധിക്കണം.
ഇൻഫെക്ഷൻ ഉണ്ടാവാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുകൊണ്ടൊരു ദോഷം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കിഡ്നി ആയിരുന്നാലും ശരി തന്നെ, നമുക്ക് 2 വൃക്കകളുണ്ട്. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ കാരണം ഒരാൾക്കൊരു അവയവം ദാനം ചെയ്യുമ്പോൾ അത് കാരണം വേറെ ആളോട് ജീവിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കും രക്ഷപ്പെടുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിനു വേണ്ടി തിരിക്കുന്ന എല്ലാവരും നല്ല ധൈര്യത്തോടുകൂടി പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.